ഓം ശാന്തി. നമ്മൾ അഷ്ടഭുജാധാരികളായ ദേവിമാരെയാണ് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ദേവിമാരുടെ മഹിമകൾ നിറഞ്ഞ കീർത്തനങ്ങളും പാടാറുണ്ട്. നമ്മൾ ദേവിമാരെ ശക്തികൾ എന്നാണ് വിളിക്കാറുള്ളത്. അഷ്ടഭുജാധാരികൾ അഥവാ 8 കൈകളുള്ളവർ എന്നാൽ ആത്മാവിലെ 8 ശക്തികൾ എന്നാണ് അർത്ഥം. 8 പവേഴ്സ് ഓഫ് ദി സോൾ, ആത്മാവിൻ്റെ അഷ്ടശക്തികൾ. ഇതിനാലാണ് ദേവിമാരെ ശക്തികൾ എന്ന് വിളിക്കുന്നത്. ശക്തികൾ എവിടെയുണ്ടോ അവിടെ ദിവ്യതയും ഉണ്ടാകും. ആത്മാവിനെ ദിവ്യതയിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ശക്തി അന്തർമുഖതയുടെ ശക്തി അഥവാ ഉൾവലിയാനുള്ള പവർ ടു വിഡ്രോ അഥവാ വിസ്താരത്തെ സാരത്തിലേക്ക് ചുരുക്കുവാനുള്ള ശക്തി. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒരു സാക്ഷിയായി വീക്ഷിക്കാനുള്ള ശക്തിയാണ് ഇത്. ഈ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായി നമുക്കൊരു ആമയുടെ ഉദാഹരണം എടുക്കാം. ആമയ്ക്ക് വളരെ ശക്തമായ ബലവത്തായ പുറംതോടാണ് ഉള്ളത്. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഏതെങ്കിലും അപകടമോ ബുദ്ധിമുട്ടുകളോ വരുന്നു എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ആമ ഒരൊറ്റ നിമിഷം കൊണ്ട് തൻ്റെ പുറംതോടിനുള്ളിലേക്ക് ഉൾവലിയുന്നു. പുറംതോടിനുള്ളിലേക്ക് ഉൾവലിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആമയുടെ മുകളിലൂടെ ഒരു ആന ചവിട്ടി നടക്കുകയാണെങ്കിൽ പോലും അത് ഒരു അപകടവും പറ്റാതെ സുരക്ഷിതമായി തന്നെ ഇരിക്കും. എന്തെന്നാൽ ആമ ശരിയായ സമയത്ത് തൻ്റെ സുരക്ഷിതമായിരിക്കാനുള്ള ശക്തി ഉപയോഗിച്ചു, അഥവാ പുറംതോടിനകത്തേക്ക് ഉൾവലിഞ്ഞു. ഇതിനു പകരം ആമ ആ പരിതസ്ഥിതിയുമായി കെട്ടുപിണഞ്ഞ് നിൽക്കുകയായിരുന്നുവെങ്കിൽ അതിന് ആ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിലൂടെ നമ്മൾ ആത്മാക്കൾ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു പാഠമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെ 15-20 നിമിഷങ്ങൾ ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സ്വയം ഉൾവലിഞ്ഞ് പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. ഇതിലൂടെ നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഉൾവലിയാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ദിനം പ്രതി ചെയ്യുന്നത്. ഗോയിങ് അവേ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് കണക്റ്റിംഗ് ടു ദി ഇൻസൈഡ് ആൻഡ് കണക്റ്റിംഗ് ടു ദി വൺ എബവ്. മാനസികമായി ചുറ്റുപാടുകളിൽ നിന്നും ഉൾവലിയുകയും സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുകയും ഒരേ ഒരു ഈശ്വരനുമായി സ്വയം കണക്റ്റഡ് ആവുകയും ചെയ്യുന്നു. അതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ദിവസവും നമുക്കിത് എളുപ്പമായി ചെയ്യാൻ കഴിയും. എന്നാൽ രാവിലെ തന്നെ ഈ ഒരു പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പകൽ ഇത് അഭ്യസിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായി മാറും. അതിനാൽ എല്ലാ ദിവസവും രാവിലെ ഒരു 15-20 മിനിറ്റ് അവനവനു വേണ്ടി മാറ്റിവെക്കണം. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഒന്ന് സ്വയം മാറി ഞാനൊരു ശരീരമാണ് എന്ന ബോധത്തിൽ നിന്നും അകന്ന് ആത്മബോധം പ്രാക്ടീസ് ചെയ്യാൻ ദിവസവും രാവിലെ സമയം കണ്ടെത്തണം. ഇതുമാത്രമല്ല, മുഴുവൻ ദിവസവും ഓരോ മണിക്കൂറിലും 1 നിമിഷം വീതം സ്വന്തം ചിന്തകളുടെ ഒഴുക്കുകളെ ഒന്ന് ബോധപൂർവം നിർത്തുക. 1 minute after every 59 minutes. 1 നിമിഷം സ്വന്തം ചിന്തകളെയെല്ലാം ഒന്ന് നിർത്തി മനസ്സിനെ ഒരു കാഴ്ചക്കാരനെ പോലെ നിരീക്ഷിക്കുക. മനസ്സിന് ഒരു റെസ്റ്റ് കൊടുക്കുക. സ്വന്തം ചിന്തകളെ നോക്കുക. ഞാൻ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? എൻ്റെ ചിന്തകൾ ശരിയായവ തന്നെയാണോ? അതിനുശേഷം മനസ്സിൽ ഒരു വളരെ സുന്ദരമായ ചിന്ത സൃഷ്ടിക്കുക. ഞാനൊരു ദിവ്യ ആത്മാവാണ്. ഞാൻ ശക്തിയാണ്. ഞാൻ വളരെ ശക്തിശാലിയായ ഒരു ആത്മാവാണ്. ഈ ഒരു ചിന്ത സൃഷ്ടിച്ചതിനു ശേഷം ആത്മബോധത്തിൽ ഇരിക്കുക. അതിനുശേഷം വീണ്ടും സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക. അങ്ങനെ 1 മിനിറ്റ് സ്വയം ഉൾവലിയുകയും ബാക്കിയുള്ള 59 മിനിറ്റുകൾ അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുക. വീണ്ടും 1 മണിക്കൂറിന് ശേഷം
അവനവനെ സാക്ഷിയായി നോക്കിക്കാണുക. ഇങ്ങനെയുള്ള പ്രക്രിയ വീണ്ടും ചെയ്യുക. സ്വയം എനർജൈസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 59 മിനിറ്റ് നമ്മുടെ ജോലികൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉൾവലിയാനുള്ള ശക്തിയും സാഹചര്യങ്ങളെ സാക്ഷിയായി നോക്കിക്കാണാനുള്ള ശക്തിയും വർദ്ധിക്കുന്നു. സ്പിരിച്വാലിറ്റി മീൻസ് പവർ ടു ഡിറ്റാച്ച്. പലപ്പോഴും ഡിറ്റാച്ച്മെൻറ്റ് എന്ന വാക്ക് കേട്ടാൽ തന്നെ ആളുകൾ ഭയപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും എനിക്ക് ആത്മീയതയിലേക്ക് പോകാൻ താല്പര്യമില്ല, എന്തെന്നാൽ എനിക്ക് ആളുകളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നത് ഇഷ്ടമല്ല എന്നും പറയാറുണ്ട്. ഡിറ്റാച്ച്മെൻറ്റ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന് 2 കുട്ടികൾ ശരീരങ്ങൾ പരസ്പരം ഒട്ടിച്ചേർന്ന് ജനിക്കുന്നു എന്ന് കരുതുക. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അവർ ഒന്നിച്ചിരിക്കും, ഒന്നിച്ച് നടക്കും, ഒന്നിച്ച് തന്നെ ഉറങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജീവിതം അവർക്ക് സുഖകരമായി അനുഭവപ്പെടുമോ? ഒരിക്കലുമില്ല, അല്ലേ? ഡോക്ടർമാർ സർജറി ചെയ്ത് അവരുടെ ശരീരങ്ങളെ വേർപെടുത്തുന്നു. ശരീരങ്ങൾ തമ്മിൽ വേർപെടുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങൾ തനിയെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. ഒരു കുട്ടിക്ക് ഇരിക്കേണ്ടി വരുമ്പോൾ ഇരിക്കാം, മറ്റേ കുട്ടിക്ക് നിൽക്കാം. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾക്ക് പുറത്തു പോകാം. അവരുടെ ജീവിതം ആകെ മാറുന്നു. പരസ്പരം ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആയ ഒരു ജീവിതമാണ് അവർക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതേ കാര്യത്തെ നമുക്ക് വൈകാരികമായ രീതിയിലൊന്ന് നോക്കിക്കാണാം. 2 പേർ വളരെയധികം വൈകാരികമായി വളരെയധികം അറ്റാച്ച്ഡായി ഇരിക്കുമ്പോൾ ഒരാൾക്ക് വിഷമമുണ്ടാവുമ്പോൾ മറ്റേയാളും വിഷമിക്കുന്നു. ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റേയാൾക്കും ദേഷ്യം വരുന്നു. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേയാൾക്ക് വിഷമമാകുന്നു. ഇരുവരുടെയും മനസ്സിൻ്റെ അവസ്ഥ വളരെയധികം ഒന്നിച്ചു ചേർന്നതാണ്, അഥവാ അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇതിനർത്ഥം. ഇസ് ദിസ് കംഫർട്ടബിൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവർ 2 പേരും കംഫർട്ടബിൾ ആയിരിക്കുമോ? ഇനി ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊരാൾ വളരെ ശക്തിശാലിയായി നിൽക്കുന്നു എന്ന് കരുതുക. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾ ശാന്തമായി നിൽക്കുന്നു. ഒരാൾ വിഷമിച്ചു നിൽക്കുന്നു, എന്നാൽ മറ്റേയാൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇങ്ങനെ പരസ്പരം വൈകാരികമായി വേറിട്ട് ഇരിക്കുന്നതിലൂടെ നമുക്ക് സ്വന്തം ശക്തിയും ശാന്തതയും സന്തോഷവും മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്ത് അവരെയും അവരുടെ ദുഃഖത്തിൽ നിന്നും വിഷമതകളിൽ നിന്നും കരകയറ്റാൻ സാധിക്കും. ഒരു കുടുംബത്തിലെ 4 പേർ നടക്കാൻ പോവുകയാണ് എന്ന് കരുതുക. വഴിയിലുള്ള ഒരു കുഴിയിൽ ഈ 4 പേരിൽ ഒരാൾ വീഴുന്നു. കൂടെയുള്ള 3 പേർ എന്താണ് ചെയ്യുക? ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ കുഴിയിലേക്ക് ചാടുന്നു. ഇങ്ങനെ പറയുമോ? ഇല്ല. പുറമേ നിന്നുകൊണ്ട്, അഥവാ ഡിറ്റാച്ച്ഡ് ആയി നിന്നുകൊണ്ട് കുഴിയിലേക്ക് വീണയാളെ സുരക്ഷിതനായി പുറത്തേക്ക് എടുക്കുക എന്നതാണ് ആ 3 പേരുടെയും കടമ. ഇതാണ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് ഈക്വൽസ് ടു അൺകണ്ടീഷണൽ ലവ്. വേറിട്ട് നിൽക്കുക എന്നത് നിരുപാധികമായ സ്നേഹത്തിനും നിരുപാധികമായ ആദരവിനും നിരുപാധികമായ അംഗീകാരത്തിനും സമാനമാണ്. അറ്റാച്ച്മെൻറ്റ് അഥവാ ബന്ധനങ്ങൾ വേദനകൾക്കും അകൽച്ചയ്ക്കും അരക്ഷിതാവസ്ഥയ്ക്കും കാരണമാകുന്നു. അറ്റാച്ച്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഈ എല്ലാ അവസ്ഥകളിലൂടെയും നമ്മളെല്ലാവരും കടന്നുപോയിട്ടുണ്ട്. ബന്ധങ്ങൾ ദുഃഖങ്ങളാണ് നൽകുന്നത്. അറ്റാച്ച്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. വളരെ തെറ്റായ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അറ്റാച്ച്മെൻറ്റ് എന്നാൽ സ്നേഹമാണ് എന്നാണ് നമ്മൾ ഇതുവരെയും വിശ്വസിച്ചിരുന്നത്. അങ്ങേയറ്റം അടുപ്പമുള്ളവരുടെ ഒരു വാക്കുപോലും നമ്മളെ അത്രയധികം വിഷമിപ്പിക്കാറുണ്ട്. കടുത്ത വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ അതേ വൈബ്രേഷൻസ് അവർക്ക് തന്നെ നൽകുകയും ചെയ്യുന്നു. നെഗറ്റീവ് വൈബ്രേഷനുകൾ നൽകുന്ന ആ നിമിഷം എന്താണ് സംഭവിക്കുന്നത്? ഇത് മാതാപിതാക്കളിൽ നിന്നും കുട്ടിയിലേക്കോ ഭാര്യാഭർത്തൃ ബന്ധത്തിലോ സുഹൃത്തുക്കൾ തമ്മിലോ ആകാം.
ആ നിമിഷം നമ്മൾ അവർക്ക് സ്നേഹമല്ല അയച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിമിഷം നമ്മൾ അവർക്ക് വിഷമങ്ങളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്വന്തം കുടുംബത്തിന് തന്നെ ദിവസത്തിൽ എത്ര തവണയാണ് വിഷമങ്ങൾ അയച്ചുകൊണ്ടിരിക്കാറുള്ളത്? കാരണം നമ്മൾ അവരുടെ പെരുമാറ്റങ്ങളുമായി അത്രയധികം ഇഴുകിച്ചേർന്നിരിക്കുന്നു. അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള നമ്മുടെ പ്രതീക്ഷകളോട് നമ്മൾ അത്രയധികം അറ്റാച്ച്ഡാണ്. എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കണം, ഇതെല്ലാമാണ് നമ്മുടെ പ്രതീക്ഷകൾ. നമുക്ക് മറ്റുള്ളവരിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതെല്ലാം അംഗീകരിക്കപ്പെടണം അഥവാ പൂർത്തീകരിക്കപ്പെടണമെന്നില്ല. പ്രതീക്ഷകൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമ്മൾ അതേ ദുഃഖം അവരിലേക്കും അയക്കുന്നു. അവർ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചോർത്ത് നമ്മൾ ആശങ്കാകുലരാകുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് ആകുലതയും ആശങ്കയുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ, തീരെ ബോധവാന്മാരാകാതെ നമ്മൾ സ്വന്തം കുടുംബത്തിന് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷനുകൾ ഏറ്റവും അധികം അയച്ചുകൊണ്ടിരിക്കുന്നത്. വിഷമങ്ങൾ, ആശങ്കകൾ, എൻസൈറ്റി എന്നിവ നമ്മൾ അവർക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഒരേ ഒരു കാരണം മാത്രമാണ് ഉള്ളത്. വി ആർ അറ്റാച്ച്ഡ്. നമ്മളിലുള്ള ആദ്യത്തെ ശക്തി പവർ ടു ഡിറ്റാച്ച് അഥവാ വേറിട്ട് നിൽക്കാനുള്ള ശക്തിയാണ്. ആത്മീയ കാര്യങ്ങൾ പഠിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ആത്മാവിൻ്റെ ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആത്മാവിൻ്റെ ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളും ആളുകളും നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ കുറയാൻ തുടങ്ങും. ഇപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. സംഭവം തന്നെ അങ്ങനെയായിരുന്നു, അപ്പോൾ എനിക്ക് മോശമായി തോന്നാതിരിക്കുമോ? ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ആ സംഭവത്തോട് അറ്റാച്ച്ഡായി നിൽക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അതിനനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയും മാറുന്നു. സാഹചര്യങ്ങളോടും ആളുകളോടും നമ്മൾ അത്രയധികം അറ്റാച്ച്ഡായി നിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതിനു പകരം സാഹചര്യങ്ങൾ വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും നമ്മൾ വളരെയധികം സ്റ്റേബിളായി ഇരിക്കുന്നു. അവരുടെ പെരുമാറ്റം തെറ്റായ രീതിയിലുള്ളതായിരുന്നുവെങ്കിലും നമ്മൾ സ്റ്റേബിളായി തന്നെ ഇരുന്നു. ഇതിനെയാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഡിറ്റാച്ച്മെൻ്റ് ഇസ് പവർ. വേറിട്ട് നിൽക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുള്ള ദിവ്യതയെ പ്രകടമാക്കുന്നു. ഇന്ന് ദിവസം മുഴുവനും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കാം. ധാരാളം കാര്യങ്ങൾ വരും. ഓരോ സിറ്റുവേഷനും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. ആളുകൾ പലതരത്തിൽ പെരുമാറും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും പെരുമാറിക്കൊള്ളണമെന്നില്ല. അടുത്ത 24 മണിക്കൂറിലേക്ക് എന്ത് കാര്യം വന്നാലും, എന്ത് സാഹചര്യം വന്നാലും, ആര് എങ്ങനെ പെരുമാറിയാലും ഞാൻ സ്റ്റേബിളായി ഇരിക്കും. വി വിൽ റിമെയിൻ സ്റ്റേബിൾ. നമ്മൾ സാഹചര്യത്തിൻ്റെ സ്വാധീനത്തിൽ വരികയില്ല. അതുമാത്രമല്ല, നമ്മുടെ വൈബ്രേഷനുകളുടെ സ്വാധീനം സാഹചര്യങ്ങളിലും ആളുകളിലേക്കും എത്തും. 24 മണിക്കൂർ നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എത്രയധികം ശക്തിയുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. എന്നാൽ ആത്മാവായ ഞാൻ എൻ്റെ ഉള്ളിൽ ശക്തികളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെയാണ് ആഹ്വാനം ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രതീകമായാണ് പാർവതി ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പരിവർത്തനമാകാൻ തയ്യാറായി നിൽക്കുന്നവൾ, അതാണ് പാർവതി എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിവർത്തനപ്പെടാനും മാറാനും റെഡിയായി നിൽക്കുന്ന ആത്മാവ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആത്മാക്കൾ സാഹചര്യങ്ങൾ മാറണം, കൂടെയുള്ള ആളുകൾ മാറണം, അവർക്ക് മാറ്റം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുക. സ്വയം ഉൾവലിഞ്ഞ് വേറിട്ട് നിൽക്കാനുള്ള ശക്തിയുള്ളവർ, മാറാൻ ഞാൻ തയ്യാറാണ് എന്നാണ് പറയുക. പരിവർത്തനമാകാൻ തയ്യാറാവുന്ന ആത്മാവിനെയാണ് പാർവതി ദേവിയുടെ രൂപത്തിൽ കാണിക്കുന്നത്. പാർവതി ദേവിയുടെ പതിയായ ശ്രീശങ്കരൻ തപസ്യ ചെയ്യുമ്പോഴും പാർവതി ദേവി
തപസ്സിനായി പോകുന്നില്ല. അഥവാ വീട്ടിൽ നിന്നും കുടുംബകാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നില്ല എന്നർത്ഥം. വേറിട്ട് നിൽക്കാനായി ലോകത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടും എല്ലാവരുടെയും നടുവിൽ ഇരുന്നു കൊണ്ടും എല്ലാവരുടെയും കൂടെ ഇടപഴകിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ ഇരിക്കണം. ഒപ്പം മനസ്സിൽ എല്ലാത്തിൽ നിന്നും വേറിട്ട അവസ്ഥ കൈവരിക്കുകയും വേണം. ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതല്ല വേറിട്ടു നിൽക്കുന്ന അവസ്ഥ. ഡിറ്റാച്ച്മെൻറ്റ് അഥവാ വേറിട്ട് നിൽക്കുക എന്നാൽ ഒന്നിച്ചിരിക്കുമ്പോഴും ആളുകളുടെയും സാഹചര്യങ്ങളുടെയും വൈബ്രേഷനുകൾ നമ്മളെ സ്പർശിക്കാതെ ഇരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. ചിത്രങ്ങളിൽ ശ്രീ പാർവതി ദേവിക്കൊപ്പം 2 പശുക്കളെ കൂടി കാണിക്കാറുണ്ട്. പശുക്കൾ ദിവ്യതയുടെ പ്രതീകങ്ങളാണ്. മാത്രമല്ല പശുവിൻ പാലിൽ ലഭിക്കുന്ന എല്ലാ പോഷകങ്ങളും ആരോഗ്യം നൽകുന്നവയുമാണ്. പശുവിൻ പാൽ, ഗോമൂത്രം, ചാണകം എന്നിവ പരിശുദ്ധിയുടെ അടയാളങ്ങളാണ്. ഒരു ആത്മാവ് എത്രയധികം ഡിറ്റാച്ച്ഡ് ആകുന്നുവോ നമ്മൾ അത്രയധികം പരിശുദ്ധവും ദിവ്യവുമായി മാറുകയും അതിലൂടെ നമ്മൾ മറ്റുള്ളവരെയും ഉന്നതിയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇതിലൂടെ നമ്മുടെ സ്നേഹം നിരുപാധികമായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടുള്ള നമ്മുടെ ആദരവ് ഉപാധികളില്ലാത്തതായി മാറുന്നു. നമ്മൾ എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഗുണങ്ങളും ശക്തികളും നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നൽകൽ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ ആശ്രയിച്ച് നിൽക്കുകയില്ല. എന്തെന്നാൽ ആത്മാവായ ഞാൻ ദിവ്യതയോടെ നിൽക്കുമ്പോൾ എനിക്ക് മറ്റാത്മാക്കളെയും ദിവ്യതയിലേക്ക് നയിക്കാനാവും. അതുകൊണ്ട് തന്നെ പശുക്കൾ ജീവൻ്റെ പ്രതീകമാണ്. അടുത്ത 24 മണിക്കൂർ സമയത്തേക്ക് സ്വയം ഞാൻ ശക്തിയാണ്, ഞാനാണ് ആ പാർവതി ദേവി എന്ന ഈ അഫർമേഷൻ ആവർത്തിക്കുക. ഞാനാണ് ആ പാർവതി ദേവി. എൻ്റെ ഉള്ളിൽ ഉൾവലിയാനും സാക്ഷിയായി എല്ലാം കാണുവാനുമുള്ള ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ശക്തിയാണ്. ഓം ശാന്തി.